എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി നവരാത്രി ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ എല്ലാവരും നവരാത്രി വ്രതമൊക്കെ എടുക്കുന്നുണ്ടോ? കഠിനമായ വ്രതം എടുക്കുന്നവരുണ്ട്, സിമ്പിളായിട്ട് വ്രതം എടുക്കുന്നവരുണ്ട്. ആഫ്റ്റർ ഓൾ എല്ലാം മനസ്സിൻ്റെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണോ വ്രതം എടുത്തിരുന്നത് അതേപോലെ ശമ്പൂട്ടിനെ കൊണ്ട് എടുപ്പിക്കുന്നു, ഞാനും എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാര്യമായിട്ട് നിവേദ്യമൊക്കെ വെച്ചതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഈ വർഷം വീഡിയോ ഇടാതിരിക്കാൻ ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി, ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ രാത്രി വീട് മൊത്തം ക്ലീൻ ആക്കിയിട്ടാണ് കിടന്നത്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ നമ്മൾ വീട് വൃത്തിയാക്കിയാൽ മാത്രം പോരാ, ഡീപ്പായിട്ട് തന്നെ വൃത്തിയാക്കണം. കാരണം കൂടെ ഞാൻ പറയാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു നേവി ക്വാർട്ടറാണ്. ഇത് വീട് മൊത്തം ഫർണിച്ചറെല്ലാം തടി കൊണ്ടാണ്. അപ്പോൾ മഴക്കാലം വരുമ്പോഴത്തേക്ക് ഈർപ്പത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു തരി പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ വീട് തൂത്തുവാരി തുടയ്ക്കേണ്ടി വരും. പക്ഷേ ഇതിപ്പോൾ ഒരു റൂട്ടീനായിട്ടുണ്ട്, അതുകൊണ്ടൊരു പ്രശ്നമില്ല, നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ, നമുക്ക് വിചാരിക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ വാൾപേപ്പർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ പെയിൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനോ അങ്ങനത്തെ ഒരു ഓപ്ഷനും നമുക്കില്ല കേട്ടോ. ഇതിനൊക്കെ പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ലേ, നമുക്ക് നാട്ടിലെ വീട്ടിൽ ചെയ്യുന്ന പോലെ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് വിളക്കെല്ലാം കൊളുത്തി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ശമ്പൂട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ആ രാവിലത്തെ ഒരു തിരക്കിൽ, ഞാൻ പൊതുവേ തിരക്കിൽ പെടാത്ത ഒരാളാണ്, പക്ഷേ ഇന്നെന്തോ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ നിന്ന് പോയൊരു ദിവസമാണ്. അപ്പോൾ നവരാത്രിയുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ദേവി ശൈലപുത്രീനെയാണ് പ്രാർത്ഥിക്കുന്നതും ആ ഒരു രൂപത്തിനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതോടൊപ്പം ഈ വർഷം നമ്മൾ ഫസ്റ്റ് ഡേ വൈറ്റ് കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് നോക്കാം, ഇല്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇഷ്ടത്തിന് ഞാനങ്ങ് ഇട്ടുവെന്നേ ഉള്ളൂ. എൻ്റെയിലും എല്ലാ കളർ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഏകദേശം സാമ്യം വരുന്നത് പോലെ നമുക്കങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശൈലപുത്രി, ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് ഇടുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കാരണം അതാത് ദിവസം രാവിലെ ഒരു 10 മണിക്കുള്ളിൽ തന്നെ ഞാൻ മാക്സിമം വീഡിയോസ് ഷോർട്സ് അപ്ലോഡ് ചെയ്യും, അതാത് ദിവസത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ എനിക്കിന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. ഇന്നലെ നമ്മൾ ബേസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ വീഡിയോ എന്തായാലും കാണണേ. അപ്പം അതിനുശേഷം അത് ഐസിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് ഐസിങ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്, വേറൊന്നും കൊണ്ടല്ല. വീഡിയോയുടെ ക്യാമറയുടെ പൊസിഷനൊക്കെ മാറ്റി മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇത് അതിൽ പെടുവോ, അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വീഡിയോയിൽ പോകുന്നത് പോലെ ഇരിക്കും കേക്കിനെക്കാട്ടിലും. കേക്ക് ചെയ്യുമ്പോൾ കേക്കിൽ തന്നെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കണ്ടേ, ബാക്കി എല്ലാ കാര്യവും മൾട്ടി ടാസ്കിങ് ചെയ്യാം. പക്ഷേ ഇതിന് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ വേണം. കാരണം നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി മറ്റുള്ള ഒരാൾ കഴിക്കുന്ന, മറ്റല്ലെങ്കിൽ ഒരു കുറേ ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ നമ്മൾ അത്രയും കെയർ കൊടുക്കണം. ഈ മധുരമൊക്കെ എപ്പോഴും ഉള്ള സ്ഥലമല്ലേ, കേക്ക് ഉണ്ടാക്കി എപ്പോഴും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഉറുമ്പൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഈ കേക്കിൻ്റെ ചുറ്റുപാടല്ലാതെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ വേണം. വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ എടുക്കണ്ടേ. അത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രോക്രാസ്റ്റിനേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എവിടെ എത്താതെ പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിരുന്ന് ഒന്നും ആവാത്തൊരവസ്ഥ. എന്തായാലും ഇപ്പം ഇനി പറ്റുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്തൊക്കെയോ ഉണ്ട്. അപ്പം ശരി, അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ അല്ല കേക്ക് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. 4 ലെയറിലുള്ള ചോക്ലേറ്റ് കേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജോക്കുട്ടന് ഇഷ്ടമുള്ള രീതിയിൽ അവനൊരു ഫോട്ടോ അയച്ചു തന്നു, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അത് അവന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. പിന്നെ ചില കുട്ടികൾക്ക് അകത്ത് കേക്കിൻ്റെ പീസസിൻ്റെ കൂടെ എന്തെങ്കിലും കടിക്കുന്നത് ഇഷ്ടമല്ല. ചില കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കടിക്കാൻ വേണം. അപ്പോൾ ഇവൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറത്തെ ഡിസൈൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആദ്യമേ ഉണ്ടാക്കി വെച്ചു. അപ്പം പുറത്തും അകത്തും എല്ലാം അതേ തന്നെ കൊടുക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പം ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പം അവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാലും മാറ്റം വരുത്താമല്ലോ. അതുകൊണ്ട് പിന്നെ ആ ഒരു മിനിമം ടൈം വേണം കേട്ടോ. എങ്ങനെയും ഒരു കേക്ക് ഉണ്ടാക്കി ഒരു 6 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നാലാണ് അതിൻ്റെ ഒരു ഏജിങ് വരണം. ഏജിങ് വന്നാലാണ് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കഴിക്കുന്ന ആൾക്ക് ആ ഒരു ടേസ്റ്റ് ഫീൽ ആവണ്ടേ. അപ്പം നമ്മുടെ സോക്ക് ചെയ്യുന്ന സിറപ്പ് കുറച്ച് ഉണ്ടാക്കി ഒരു ഏജിങ് വരണം, അതേപോലെ കേക്കിന് ഒരു ഏജിങ് വരണം. ഇതെല്ലാം കൂടെ സെറ്റായി കഴിഞ്ഞ് അത്
അതിനൊരു ടൈം കൊടുക്കണം. ആ ഒരു എന്താണ് നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാത്രപാകം എന്ന് പറയില്ലേ, അത് ഏതെങ്കിലും നമ്മൾ കുക്ക് ചെയ്തുണ്ടാക്കുന്ന ഫുഡിന് മാത്രമല്ല, എല്ലാ ഭക്ഷണത്തിനും അത് വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതൊരു കേക്കിനൊരു പാത്രപാകം ഒന്നുമില്ല, അതിനാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റ് ഗനാഷൊക്കെ പുറത്തൊഴിച്ചു. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത് ഇവിടെ മനസ്സിലായോ? ഞാൻ ചോക്ലേറ്റ് ഗനാഷ് അരിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് മുകളിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ തൊടാൻ പോയില്ല, തൊട്ട് കഴിഞ്ഞാൽ ഈ ക്രീമും ചോക്ലേറ്റും കൂടെ മിക്സ് ആവും എന്തായാലും. പക്ഷേ ഇവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. ഇത് ഞാൻ വെറുതെ ഒരു ഷെൽ ഡിസൈൻ കൊടുത്തു, പക്ഷേ അതിൻ്റെ അവൻ അയച്ചു തന്ന ഡിസൈൻ വേറൊന്നായിരുന്നു. പക്ഷേ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ആൻറ്റി ഒരു ചേഞ്ചും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ തന്നാൽ മതി, അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു ഡിസൈൻ തന്നെയായിരുന്നു ആൾ തന്നിരുന്നത്. അപ്പോൾ കേക്ക് അങ്ങ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. പിന്നെ ഒരു വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നു. പച്ചക്കായി മെഴുക്കുവരട്ടിയും അതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ ഉച്ചയൂണ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെ വീഡിയോ ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അത് ഇന്ന് രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് വൈകിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസത്തെ ഗ്യാപ്പാണ്. അപ്പോൾ ഇന്ന് കാണുന്ന വീഡിയോ ഇന്നലത്തെ വീഡിയോ ആയിരിക്കും. അല്ലാതെ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രിയിലത്തെ വരെ എടുക്കാൻ പറ്റില്ലല്ലോ, അത് ആർക്കും പറ്റില്ലല്ലോ. പക്ഷേ അതായത് ഷോർട്സ് വരുന്നത് ഇന്ന് രാവിലത്തെ തന്നെ കാര്യങ്ങളാണ് ഇന്ന് രാവിലെയായിട്ട് ഞാൻ ഇടുന്നത്. കാരണം ഇന്ന് ഡേ 2 ഓഫ് നവരാത്രിയാണ് ഞാൻ ഈ ഡേ 1ൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഡേ 2ൻ്റെ ഷോർട്സ് ഓൾറെഡി വന്നിട്ടുണ്ട്, അതെന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം മേൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കിച്ചണിലെത്തി നമ്മൾ കുക്കിംഗ് തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ അടിപൊളി കുക്കിംഗ് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നോക്കൂ, ഇത്ര സ്പേസാണ് ആകെ ഈ കിച്ചണിലുള്ളത്. അവിടെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇനി വേറൊരു സാധനം കൂടെ വെക്കാനുള്ള സ്ഥലമില്ല. ഇത്രയും കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, എന്താണ് ഓവൻ മേടിക്കാത്തത്, ഓവൻ മേടിച്ചൂടെ എന്നൊക്കെ. ഇത്രയും കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം കേക്കിൻ്റെ ഓർഡർ ഇപ്പോൾ എടുക്കാത്തത് കൊണ്ടാണ്. വെജ് കേക്കൊക്കെ പൊതുവേ ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കൂ, ഓവൻ വെക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. ഓവന് പർട്ടിക്കുലർലി ഒരു സ്ഥലം നമ്മൾ കൊടുക്കണമല്ലോ. ആക്ച്വലി നമ്മുടെ ട്രൈപോഡ് വെക്കാൻ പോലുള്ള സ്ഥലം പോലും കിച്ചണിലില്ല. പക്ഷേ എന്തായാലും എനിക്കൊരു കുഞ്ഞി കിച്ചൺ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. നമ്മുടെ കൈയൊതുക്കത്തിനെല്ലാം കിട്ടും, നമുക്ക് ഓടി നടന്ന് പണിയെടുക്കേണ്ട വരത്തില്ല. വീഡിയോ എടുക്കുക എന്നൊരു ചടങ്ങ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞി കിച്ചൺ തന്നെയാണ് നല്ലത്. വീഡിയോ എടുത്ത് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേഷ്യസ് ആയുള്ള കിച്ചൺ, കുറച്ച് വൃത്തിമനയ്ക്കൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അപ്പോൾ വരുന്നത് പോലെ വരട്ടെ. പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഉച്ചയൂണ് കഴിച്ചിട്ട് നമ്മൾ വർക്കിൽ പോയി. വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി. പിന്നെ കുളിച്ചു, വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നവരാത്രിയുടെ വ്രതം നടക്കുന്നതുകൊണ്ട് ശമ്പൂട്ടനെ ഉച്ചയ്ക്ക് ഞാൻ ഉറക്കുന്നില്ല കേട്ടോ. പക്ഷേ അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ല, അവൻ ഹാപ്പിയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ആ ഒരു കുഴപ്പമില്ല, നവരാത്രി പൂജയെടുപ്പ് കഴിയുന്നിടം വരെ അവധിയാണ്. ഇതിപ്പോൾ നല്ല പെരും മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറമെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കാൻ വേണ്ടി പോയായിരുന്നു, ബാൽക്കണി മുറ്റം എല്ലാം, മീൻസ് നമ്മുടെ ഏരിയ ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പാൻറ്റ് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങനെ ഇരുന്നത്. അപ്പം ഓർമ്മയുണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ കളർ കോഡ് വൈറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ പറഞ്ഞായിരുന്നു. പതിവ് പോലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, പിന്നെ നാമം ജപിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. കേക്ക് എടുക്കാൻ ചേച്ചി ഇതിന് ശേഷമാണ് വരുന്നത്. ഞാൻ പിന്നെ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവർക്ക് അതൊരു നമ്മുടെ ഓണ പ്രോഗ്രാമിലൊക്കെ ഉണ്ട് ചേച്ചി, പക്ഷേ പേഴ്സണലി എടുക്കുമ്പം അത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് ഞാൻ ഇതുവരെ ചേച്ചിയോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാനിരുന്നപ്പോഴത്തേക്ക് ശമ്പൂട്ടെന്താ ബുക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ബുക്ക് മലയാളം വായിക്കാൻ അവനോട്ട് അറിയേയില്ല, എന്നാൽ ബുക്ക് വേണം താനും, അങ്ങനെയാണ്. ഇപ്പോഴേ മലയാളം കൂടെ പഠിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു വിചാരം. അത് മലയാളത്തിനോടുള്ള പ്രശ്നം കൊണ്ടല്ല, ശമ്പൂട്ടൻ പ്രോപ്പർ മലയാളം, നമ്മളെക്കാട്ടിലും കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള മലയാളം വേർഡ്സാണ് അവൻ പറയുന്നത്. പക്ഷേ എഴുതാൻ പഠിപ്പിക്കുമ്പം ഇപ്പോൾ അവൻ്റെ ബ്രെയിനിൽ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം കൂടെ മിക്സാണ്. ചെറുതായിട്ട് ഈ ഒക്കെ അറിയാം, എന്നാലും ബാക്കി കടുക്കടുത്ത അക്ഷരങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു, അമ്മ മുളക് ചമ്മന്തി വേണമെന്ന്. അപ്പോൾ മുളക് ചമ്മന്തി, ഉള്ളിച്ചമ്മന്തിയും നമ്മുടെ ഗോതമ്പ് ദോശയും കൂടെയാണ് നമ്മളിന്ന് ഡിന്നറിന് കഴിക്കുന്നത്. മാക്സിമം പറ്റുന്നിടത്തോളം അരിയാഹാരം ഒഴിവാക്കാം, വ്രതമല്ലേ, ഒരു നേരം കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചിരുന്നു. രാവിലെ നമ്മൾ ഉപ്മാവായിരുന്നു കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനേ മറന്നുപോയി. അപ്പോൾ അങ്ങനെ മുളക് ചമ്മന്തി ആയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ കുറച്ച് സ്റ്റോറിയൊക്കെ വായിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. Her grandma gifted her a red cap, and she wore it all the time. Everybody called her Little Red Cap.